എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലിയോ ദോശയോ വടയോ ഒന്നുമല്ല. ഫുൾ ഓഫ് മീറ്റാണ്. മീറ്റ് ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നുണ്ട്. സോസേജ്, ലോൺ സോസേജ്, അങ്ങനെ എല്ലാം കൂടെ മീറ്റ്, വെജിറ്റബിൾസ്, ബീൻസ് എല്ലാത്തിനും കൂടെ ഒരു കോമ്പിനേഷനാണ് സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ബേക്കൺ, ബ്ലാക്ക് പുഡിംഗ്, സോസേജ്, ലോൺ സോസേജ്, ഹാഗീസ്, ഫ്രൂട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പാൻ എടുക്കുക, പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം സോസേജ്, ഇത് സോസേജാണ്, ഇത് ബീഫ് സോസേജാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബീഫ് സോസേജ് ആദ്യം ഇടുക, അത് കുക്ക് ചെയ്യാം. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ സോസേജിൻ്റെ സ്കിൻ പെട്ടെന്ന് കുക്കായി പോവുകയും ബേണായി പോകാൻ സാധ്യതയുണ്ട്. ഇത് ലോൺ സോസേജാണ്, ഇത് ബീഫാണ്. മിൻസ് ബീഫ് കൊണ്ട് യൂസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് വിത്ത് ഫ്ലേവറിങ്സ്. ഇത് ബ്ലാക്ക് പുഡിംഗ് എന്ന് പറയുമ്പം അത് പോർക്ക് ബ്ലഡും അതിൻ്റെ തന്നെ ഇറച്ചിയും മിൻസ്ഡ് മീറ്റും ഓട്ട് മീൽസും ഒക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് ഫ്രൂട്ട് പുഡിംഗ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട് പുഡിംഗ് വെജിറ്റേറിയൻ ആണ്, വിത്ത് റൈസിൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് മിൻസ് ബീഫിൻ്റെ തന്നെ ഒരു വേറെ രീതിയിലുള്ള ഇത്. എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം എല്ലാവരും രാവിലെ ഇതൊക്കെ തന്നെയാണ് കഴിക്കാറ്, ഇവിടുത്തുകാർ കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ദോശയും ഇഡ്ഡലിയും വടയൊക്കെ ഉണ്ടാക്കി കഴിക്കും. പക്ഷേ ഇവരൊക്കെ ഇവിടുത്തുകാരെല്ലാം ഇത് തന്നെയാണ് കഴിക്കാറ്. അടുത്തതായിട്ട് ഞാൻ വേറൊരു ടൈപ്പ് സോസേജ് എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ സോസേജാണ്. ചിക്കൻ്റെ സോസേജും ഇവിടെ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാൻ ചിക്കൻ സോസേജും യൂസ് ചെയ്തിരിക്കുന്നു. പറഞ്ഞ പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ബേക്കൺ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും ഒന്നുമില്ലെങ്കിൽ ബേക്കൺ റോള്, അല്ലെങ്കിൽ ബേക്കൺ വിത്ത് ടോസ്റ്റ്, എന്ത് വേണേലും അങ്ങനെയെല്ലാം കഴിക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മഷ്റൂംസും ടൊമാറ്റോസുമാണ്. വെജിറ്റേറിയൻ ആയിട്ട് എൻ്റെ അടുത്ത് മഷ്റൂംസ്, ടൊമാറ്റോസ്, പൊട്ടറ്റോ സ്കോൺസ് ആൻഡ് ഫ്രൂട്ട് പുഡിംഗ്. പിന്നെ നമുക്ക് ഇതും നന്നായിട്ടിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. ഗ്രില്ല് ടൊമാറ്റോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എഗ്ഗ്, ഒരു 2 എഗ്ഗ് അതിൻ്റെ കൂടെ എന്തായാലും സെർവ് ചെയ്തിരിക്കും. എഗ്ഗ്, പിന്നെ ഇതാണ് പൊട്ടറ്റോ സ്കോൺസ്, നമ്മുടെയൊക്കെ നാട്ടിലെ ആലു പൊറോട്ട പോലത്തെ ഒരു സാധനമാണ്. പൊട്ടറ്റോയും മൈദയും കൂടെ കുഴച്ച് ഇതാ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാ സാധനവും അതിൻ്റെ കൂടെ ടോസ്റ്റ്, ടീ, കോഫി ഇതെല്ലാം സെർവ് ചെയ്യാം. വളരെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബേക്ക് ബീൻസും അതിൻ്റെ കൂടെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ സെർവ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ സാധനങ്ങളുണ്ട്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ഇനിയും കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.